നമസ്കാരം. അർജുൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായ ആ സ്ഥലത്തിനോട് അടുത്ത് തന്നെ ഒരു ടാങ്കർ പൊട്ടിത്തെറിച്ചു. ഇത്രയും ഭയാനകമായിട്ടുള്ള രീതിയിൽ നാമാവശേഷമാകി പോകണമെന്നുണ്ടെങ്കിൽ ഇതൊരു സാധാരണ മണ്ണിടിച്ചിൽ ദുരന്തമല്ല. അവിടെയുള്ള സമീപവാസികൾ പലരും ഇത് നേരത്തെ തന്നെ പറഞ്ഞത് തന്നെയാണ്. ഇത് വലിയൊരു ദുരന്തമാണെന്ന് തന്നെ അവർ പറഞ്ഞതാണ്. എന്നാൽ അതിൻ്റെ ഒരു വ്യാപ്തി എന്തുകൊണ്ടോ പുറത്തേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തുന്നില്ല, എത്താതെ പോയി എന്ന് വേണം പറയാനായിട്ട്. ഇവിടെ ഒരു ടാങ്കർ കാണാനില്ലെന്ന് പറയുന്നുണ്ട്. ഈ ടാങ്കർ അവിടെ വെള്ളത്തിന് നടുവിലെത്തിയപ്പോൾ അവിടെ വൈദ്യുതി ലൈനുണ്ട്. ഈ ലൈനിൽ തട്ടി അത് പൊട്ടിത്തെറിച്ചോ? അപ്പോൾ ഈ ഒരു സംശയം തൊട്ട് ഓപ്പോസിറ്റ് വശത്തുള്ള, അതായത് ഈ നദിക്കരയ്ക്കപ്പുറത്തുള്ള വെള്ളം കയറി വീടുകൾ നാമാവശേഷമായ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി ഒരു 5 ദിവസം മുൻപ് കന്നഡ ന്യൂസിന് നൽകിയ ഒരു ബൈറ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സംശയമാണ്. നമുക്കതൊന്ന് കേൾക്കാം. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിനപ്പുറത്തുള്ള നദിക്കപ്പുറമുള്ള വീടുകൾ പോലും ഈ പൊട്ടിത്തെറിയിൽ നാമാവശേഷമായി. കന്നഡ ചാനലുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കുറച്ച് വിഷ്വൽസ് ഉണ്ടായിരുന്നു, വീഡിയോ വിഷ്വൽസ്. അതിനോടൊപ്പം തന്നെ അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ലക്ഷ്മിപ്രിയ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുമുണ്ട്. നിങ്ങൾ ആദ്യം അതൊന്ന് കേൾക്കുക. So, as per our information, there were 3 tankers. One is there on the roadside, on the spot. It is a Bharat Petroleum tanker, and one is on the river. Riverally, we are able to see it, and we are trying to recover it. So that is the second one, HP gas cylinder. We also have information about a third tanker, which we are trying to find out. And just some people. Of the 3 tankers, 2 tankers are unloaded. There is no gas in that tanker. So those 2 are safe. The one that is inside the river, it is loaded. It has gas. And we have technical expertise from HP as well as Bharat Petroleum quick response teams, and the general zonal manager of HP himself has come to the spot, and he is handling the entire operations. There were minor leakages which has been sealed. And now, as of now, the tanker is safe. There is no leakage, and we have also anchored the tanker. So it is not moving, it is in place. And tomorrow, the operation will continue to let out the gas. കാരണം ഇവർ പറയുന്നത് പോലെ ഈ അർജുനും അതോടൊപ്പം തന്നെ ലോറിയും പുഴയിലുണ്ടെങ്കിൽ പുഴയിൽ എവിടെ എന്ത് സംഭവിച്ചു? കാരണം ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് വലിയൊരു ശബ്ദമാണ് അവിടെ ഉണ്ടായത്. ഈ വലിയ ശബ്ദത്തിൽ മണ്ണിടിച്ചിലുണ്ടായി മണ്ണ് മൊത്തത്തിൽ കുത്തിയൊലിച്ച് പുഴയിൽ വന്ന സമയത്ത് പുഴയുടെ എതിർവശത്തുള്ള കുറേയധികം വീടുകളുണ്ടായിരുന്നു. ഈ വീടുകൾ മുഴുവൻ അവിടെ നിന്നും പൂർണ്ണമായിട്ട് നാമാവശേഷമായിപ്പോയി, അതായത് വാഷ് ഔട്ടായിപ്പോയി. അങ്ങനെ ഒരു വീടുകളെ അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് അവിടെ ഒന്നുമില്ല, ശൂന്യമാണ്, വെറും ശൂന്യം. അവിടെ നിന്ന് ഒരു വ്യക്തിയെ കാണാതായിട്ടുണ്ട്. ഇപ്പോഴും ആ വ്യക്തിയെ കിട്ടിയിട്ടില്ല. ആൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഇതുവരെ അറിയില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു മല മൊത്തത്തിൽ ഇങ്ങനെ ഇടിഞ്ഞ് വലിയ ഫോഴ്സിൽ താഴേക്ക് നിലംപതിക്കുകയാണ്. എല്ലാവരും പറയുന്നുണ്ട് അർജുൻ സഞ്ചരിച്ച ട്രക്ക് നിറയെ ലോഡുണ്ട്, അത് ഭാരത് ബെൻസ് ആണ്, അത് നീങ്ങി പുഴയിലേക്ക് വീഴാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന്. പക്ഷേ ഈ മല ഇടിഞ്ഞ് മണ്ണും കല്ലുമൊക്കെ ആയിട്ട് ഇതെല്ലാം നേരെ പുഴയിലേക്ക് ചാടിയെന്നാണ് പറയുന്നത്. അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഈ പുഴയ്ക്ക് ഏതാണ്ട് 25 അടിയോളം താഴ്ചയുണ്ടെന്നാണ്. നിങ്ങളേതായാലും ഈ വിഷ്വൽസ് ഒന്ന് കാണുക. ഈ സംഭവം നടന്ന് ആ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രദേശവാസി എടുത്ത ഈ വിഷ്വൽസ് ആണിത്. അവിടെ മണ്ണിടിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മണ്ണിടിഞ്ഞ് വീണ കുറച്ച് സമയങ്ങൾ കൊണ്ടാണ് ഈ വീഡിയോ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം ഈ 25 അടി താഴ്ചയുള്ള പുഴയിലേക്ക് ഈ വീഡിയോയിൽ കൃത്യമായിട്ടത് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ആ പുഴയിലേക്ക് മണ്ണിൻ്റെ ഒരു വലിയ കൂരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മണ്ണിൻ്റെ ആ ഒരു വലിയ കൂന കിടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയധികം ഉയരത്തിലാണ് മണ്ണ് ആ പുഴയ്ക്ക് മുകളിൽ കിടക്കുന്നതെന്ന്. അങ്ങനെ വരുമ്പോൾ ആ ഒരു 25 അടി മുകളിൽ മണ്ണ് അവിടെയുണ്ട്. ഒരുപക്ഷെ ഇതിനടിയിലേക്ക് ഈ ലോറി പോയി ഒരുപക്ഷെ പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ലോറി മണ്ണിനടിയിൽ പെട്ടുകഴിഞ്ഞാൽ ലോറിയെക്കുറിച്ച് ഒരു തുമ്പും കിട്ടാൻ സാധ്യതയില്ല. അതിലിനി മരക്കഷ്ണങ്ങളുണ്ടെങ്കിൽ ആ വാഹനം അല്ലെങ്കിൽ അത് പൊങ്ങി വരണമെന്നുമില്ല. ആ മരക്കഷ്ണങ്ങൾ പോലും പൊങ്ങി വരണമെന്നില്ല. ആദ്യ ദിവസങ്ങളിൽ നേവി ഉദ്യോഗസ്ഥർ അതുപോലെ സ്കൂബ ഡൈവിംഗ് ടീമൊക്കെ തന്നെ വെള്ളത്തിനടിയിൽ തെരച്ചിൽ നടത്തിയതും നമ്മൾ കണ്ടതാണ്. പക്ഷേ അവർക്കും ഈ മണ്ണിൻ്റെ ഉള്ളിൽ പോലും പരിശോധിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം വളരെ ദുഷ്കരമാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ ഇപ്പോൾ അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾ പലരും പറയുന്നതാണ്, അതായത് റോഡിൽ ആ കരയിൽ കിടക്കുന്ന മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തെരച്ചിൽ നടത്തുമ്പോൾ ആ മണ്ണെടുത്ത് നേരെ ഇവർ ഈ തിരിച്ച് പുഴയിലേക്ക് തന്നെയാണ് ഇടുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അവിടെ നിന്നും പുറത്തു വരുന്ന ചില വിഷ്വൽസ് അല്ലെങ്കിൽ വീഡിയോകളിൽ നിന്ന് നമുക്ക് ആ മലയുടെ ഇടിഞ്ഞ മണ്ണും അതോടൊപ്പം തന്നെ കല്ലും വെള്ളത്തിലേക്ക് വന്നു അവിടെ എന്തോ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്.
അവിടെ നിന്നും വെള്ളം മൊത്തത്തിൽ തൊട്ട് ഓപ്പോസിറ്റ് കരയിലുള്ള വീടുകളിലേക്ക് കയറി ആ വീടുകളൊക്കെ അടിച്ച് നാമാവശേഷമാക്കിയിരിക്കുകയാണ്. വെള്ളം പൂർണ്ണമായിട്ടും കൊണ്ടുപോയി. അവിടെ ഒന്നും ബാക്കിയില്ല, വീടുകളൊന്നും തന്നെ ബാക്കിയില്ല. അത്രയും ഫോഴ്സിലാണ് വെള്ളം അവിടെ കയറിയിട്ടുള്ളത്. എന്നാൽ അതിനെല്ലാം ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സമീപവാസികളെല്ലാം തന്നെ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് വളരെ ഗൗരവമായിട്ട് ആരും എടുക്കുന്നില്ല. അവിടെ ഈ സമയം ഒരു ഗ്യാസ് ടാങ്കർ ബ്ലാസ്റ്റ് ആയിട്ടുണ്ടെന്നാണ്. കാരണം 3 ഗ്യാസ് ടാങ്കറാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് കൃത്യമായിട്ട് ഉത്തര കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ ലക്ഷ്മിപ്രിയ ഒരു 3 ദിവസം മുന്നേ കൊടുത്ത ഒരു ന്യൂസ് ബൈറ്റിൽ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് 3 ഗ്യാസ് ടാങ്കറുകൾ ഉണ്ടെന്നും അതിൽ 2 എണ്ണം ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ടെന്നും ഒരെണ്ണം ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നും ഒക്കെ തന്നെ പറയുന്നുണ്ട്. ഈ ബൈറ്റിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നിയേക്കാം. എന്നാൽ പോലും അതൊന്ന് കേൾക്കുക, അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. Of the 3 tankers, 2 tankers are unloaded. There is no gas in that tanker. So those 2 are safe. The one that is inside the river, it is loaded. It has gas. ഇതിൽ അവർ ആദ്യം പറയുന്നത് 3 ടാങ്കറുകൾ ഉണ്ടെന്നാണ്. 2 ടാങ്കറിനെ കുറിച്ച് അറിയാം, 1 ടാങ്കറിനെ കുറിച്ച് ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ്. ഇതാണ് ആദ്യം പറയുന്നത്. പിന്നെ അവർ തന്നെ പറയുകയാണ് 3 ടാങ്കറിൽ 2 ടാങ്കർ കാലിയാണ്, 1 ടാങ്കറിനകത്ത് ഗ്യാസ് ഉണ്ട്, അത് ലീക്കേജ് ഉണ്ട്, HP നിന്ന് ആൾ വന്നത് സീൽ ചെയ്തിട്ടുണ്ട്, ഇനി ആ ടാങ്കർ കരയിലേക്ക് കൊണ്ടുവരണമെന്നാണ്. അപ്പോൾ ഈ 3 ടാങ്കറുകളുടെ കാര്യത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതിൽ പ്രശ്നമുണ്ടെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വെച്ചാൽ മലയിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് മണ്ണിടിഞ്ഞ് വെള്ളത്തിലേക്ക് പതിക്കുന്നതിനൊപ്പം തന്നെ ഈ വെള്ളം അടിച്ച് തൊട്ടപ്പുറത്തുള്ള സൈഡിലെ വീടുകളെല്ലാം തന്നെ ഇത്രയും ഭയാനകമായിട്ടുള്ള രീതിയിൽ നാമാവശേഷമാകി പോകണമെന്നുണ്ടെങ്കിൽ ഇതൊരു സാധാരണ മണ്ണിടിച്ചിൽ ദുരന്തമല്ല. അവിടെയുള്ള സമീപവാസികൾ പലരും ഇത് നേരത്തെ തന്നെ പറഞ്ഞത് തന്നെയാണ്. ഇത് വലിയൊരു ദുരന്തമാണെന്ന് തന്നെ അവർ പറഞ്ഞതാണ്. എന്നാൽ അതിൻ്റെ ഒരു വ്യാപ്തി എന്തുകൊണ്ടോ പുറത്തേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താതെ പോയി എന്ന് വേണം പറയാനായിട്ട്. ഇവിടെ ഒരു ടാങ്കർ കാണാനില്ലെന്ന് പറയുന്നുണ്ട്. ഈ ടാങ്കർ അവിടെ വെള്ളത്തിന് നടുവിലെത്തിയപ്പോൾ അവിടെ വൈദ്യുതി ലൈനുണ്ട്, ഈ ലൈനിൽ തട്ടി അത് പൊട്ടിത്തെറിച്ചോ? അപ്പോൾ ഈ ഒരു സംശയം തൊട്ട് ഓപ്പോസിറ്റ് വശത്തുള്ള, അതായത് ഈ നദിക്കരയ്ക്കപ്പുറത്തുള്ള വെള്ളം കയറി വീടുകൾ നാമാവശേഷമായ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി ഒരു 5 ദിവസം മുൻപ് കന്നഡ ന്യൂസിന് നൽകിയ ഒരു ബൈറ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സംശയമാണ്. നമുക്കതൊന്ന് കേൾക്കാം. ಬರ್ತಾ ಇದ್ದಾಗ ಹಿಂದ್ಗಡೆ ನನ್ನ ಹಿಂದ್ಗಡೆನೇ ಆಗಿದ್ದು ಸ್ಪಾಟು. ನಾನು ಸೇರೋದು ಹಂಚಿಗಿದ್ದೆ. ಅವಾಗ ಹಿಂದ್ಗಡೆ ಸಾವಕಾಶ ಕುಸಿತ ಬರ್ತಾ ಇತ್ತು. ಆಟೋಮೆಟಿಕ್ ಒಂದೇ ಸಲ ಬಿದ್ದುಬಿಡ್ತು ಗುಡ್ಡ ಕುಸಿದು ನಾನು ಜಸ್ಟ್ ಇದ್ದೀನಿ, ಒಂದು 200 ಮೀಟ್ರಲ್ಲಿ ಇದ್ದೀನಿ ಅಷ್ಟೇ ಪರ್ಫೆಕ್ಟ್. ಆಮೇಲೆ ಹಿಂದ್ಗಡೆ ನನ್ನ ಹಿಂದ್ಗಡೆ ಕಾರ್ ಇತ್ತು, ಕಾರೆಲ್ಲ ಒಳಗಡೆ ಬಿದ್ದೋಗ್ಬಿಟ್ಟು. ನಿಮ್ದು ಕಾರ್ ಹೋಗಿದ್ಯಾ? ನನ್ನ ಕಾರ್ ಇಲ್ಲ, ನನ್ನ ಬೈಕಲ್ಲಿದ್ದೆ ನಾನು. ನನ್ನ ಹಿಂದ್ಗಡೆ ಕಾರ್ ಇತ್ತು, ಕಾರ್ ಒಳಗಡೆ ಮಧ್ಯದಲ್ಲಿ ಸಿಕ್ಬಿಟ್ಟು. ಅಲ್ಲಿ ಎಷ್ಟು ಟ್ಯಾಂಕ್ಗಳಿದ್ವು, ಗ್ಯಾಸ್ ಟ್ಯಾಂಕ್? 4ರಿಂದ 5 ಗಾಡಿ ಇದ್ವು. ಅಲ್ಲ, ಅಲ್ಲಿ ಗುಡ್ಡ ಕುಸಿದು ಬೀಳೋದಕ್ಕೂ ಇಲ್ಲಿರೋ ಮನೆಗಳು ನಾಶ ಆಗೋದಕ್ಕೂ ಏನು ಸಂಬಂಧ ಸರ್? ಅಲ್ಲಿಂದ ಹೇಗೆ ಇದಾಯ್ತು? ನನ್ನ ಅನಿಸಿಕೆ ಪ್ರಕಾರ ಅದು ಮೇಲ್ಗಡೆ ಟ್ಯಾಂಕ್ ಇತ್ತಲ್ಲ, ಮೇಲ್ಗಡೆ ಟ್ಯಾಂಕ್ ಕೆಳಗಡೆ ಬಿದ್ದು ಈ ಮೇನ್ ಲೈನ್ ಇದೆಯಲ್ಲ ಅದಕ್ಕೆ ಸ್ಪಾರ್ಕ್ ಆಯ್ತು. ಕೆಳಗಡೆ ನೀರಿಂದ ಬ್ಲಾಸ್ಟ್ ಆಗಿ ನೀರು ಈ ಕಡೆ ಬಂದ್ಬಿಡ್ತು. ಓಕೆ ಓಕೆ ಓಕೆ. ಹೌದು. ಇಲ್ಲೆಲ್ಲ ಬಂಡೆಕಾಯಿ ಎಲ್ಲ ಕಲ್ಲುಗಳಿದಾವಲ್ಲ, ಅದೆಲ್ಲ ಮನೆದೇನಾ? ಅಲ್ಲಲ್ಲ, ಇದು ಇಲ್ಲಿ ನಮ್ದು MI ಮೈನರ್ ಇರಿಗೇಷನ್ ಒಂದು ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಇಂದ ಪಿಚಿಂಗ್ ಕಟ್ಟಿದ್ರು ಪೂರ್ತಿ. ಇಲ್ಲಿಂದ ಸಗಡಿಗೆ ನಿರ್ಮಾಣ ಮಾಡಿದ್ರು ರೂಪಾಲಿ ನಾಯ್ಕರ ಅವಧಿಯಲ್ಲಿ. ಅದು ಅಷ್ಟು ಕಿತ್ತು ಬಂದು ಈ ಕಡೆ ಬಂದು, അതായത് തൊട്ടപ്പുറത്തുള്ള വീടുകളുടെ മുകളിൽ പോലും വെള്ളം സംഹാര താണ്ഡവമായിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ദൃക്സാക്ഷിയായിട്ടുള്ള വ്യക്തി പറയുന്നത് അവിടെ ഗ്യാസ് ടാങ്കർ ഉണ്ടെന്ന് നമ്മൾ ഡെപ്യൂട്ടി കമ്മീഷണറുടെ വാക്കുകളിൽ പോലും നമ്മൾ കേട്ടതാണ്. ഈ ഗ്യാസ് ടാങ്കറുകളിൽ ഒരെണ്ണം നേരെ വന്നു ഈ പുഴയുടെ കുറുകെ പോകുന്ന ആ വൈദ്യുതി ലൈനിൽ തട്ടിയിട്ട് ആ ടാങ്കർ ബ്ലാസ്റ്റ് ആയെന്നാണ്, പൊട്ടിത്തെറിച്ചെന്നാണ്. അങ്ങനെ ബ്ലാസ്റ്റായി വെള്ളം, ഓർക്കണം, ആ നദിയിലെ വെള്ളം തൊട്ടടുത്ത സൈഡിലെ വീടുകളിലേക്ക് അടിച്ചു കയറിയതാണ്. കാരണം അത്രയും ഫോഴ്സിൽ വെള്ളം വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകണം. കാരണം അത്രയും ഫോഴ്സിൽ ആ വെള്ളം അടിച്ചു കയറണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകണമെന്നാണ് ആ വ്യക്തിയുടെ ബൈറ്റിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അവിടെ പല ആളുകളും ഈ സംശയങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഇത് പുറലോകം അറിയുന്നില്ല. ഈ വിഷ്വൽസിൽ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം വീടുകളൊന്നും തന്നെ അവിടെ ഇല്ല, എല്ലാം പൂർണ്ണമായിട്ട് നാമാവശേഷമായിരിക്കുകയാണ്. ഇത് ചെറിയൊരു ഇൻസിഡൻ്റ് അല്ല. അത്തരമൊരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ടാകുക? എല്ലാ രീതിയിലും അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ദുരന്തമുണ്ടായിട്ടുള്ള ആദ്യ സമയങ്ങളിൽ പോലും ഒരു മലയാളി ട്രക്ക് ഡ്രൈവർ റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത ഒരു ബൈറ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവിടെ ഒരു ഉഗ്ര ശബ്ദത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അതുകൂടി ഒന്ന് കേൾക്കുക.
അപ്പൊ കടയിലെ ആ ഡ്രൈവർ പറഞ്ഞു, അല്ല കടയിലെ ആൾക്കാർ പറഞ്ഞു, ചേട്ടാ ഒരു 50 രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ വണ്ടി ഓഫ് ചെയ്യായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഗംഗാവലി നദി നിറഞ്ഞൊഴുകുകയും പേളിന്ന് മണ്ണിടിഞ്ഞ് വീഴുകയാണ് കേട്ടത്. വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ആ ഒച്ച കേട്ടത്. അപ്പൊ നോക്കുമ്പോൾ അതേ പുഴയിൽ കൂടെയാണ് ആ ടാങ്കർ ഒഴുകി പോകുന്നത് കണ്ടത്. ഏതായാലും ഇതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഏതായാലും ഇത് ശരിയായ രീതിയിൽ അന്വേഷിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.